ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്നും വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊക്കെ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഇന്ന് പേജ് നമ്പർ 28-ലുള്ള 1-2 പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ബാക്കി നമുക്കറിയാം, ഒത്തിരി ലെങ്ത് കൂടിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എഡിറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് 2 കൂട്ടർക്കും വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ചോദ്യം ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ എഴുതിയാൽ മതി. ഞാനൊന്ന് വായിക്കാം. ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? അതായത് 0 എന്ന അക്കം വരുന്ന എത്ര രണ്ടക്ക സംഖ്യയിലുണ്ട്. പിന്നെ അതിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട്, ഹൗ മെനി വിത്തൗട്ട് 0? 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ. അപ്പൊ നമുക്ക് 0 വരുന്ന എത്ര രണ്ടക്ക സംഖ്യയുണ്ട് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ ഭാഗത്തിന്റെയാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തത് 0 വരുന്ന രണ്ടക്ക സംഖ്യ. അപ്പൊ രണ്ടക്കത്തിൽ ഒരെണ്ണം 0 വരണം, ലാസ്റ്റ് 0 വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയുള്ളത് നമുക്ക് എളുപ്പം. 10, 20, 30, 40, 50, 60, 70, 80, 90. എത്ര എണ്ണം ഉണ്ട് നിങ്ങൾ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ 0 വരുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എന്ന് നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതുക എത്രയാണ്, 9 രണ്ടക്ക സംഖ്യകൾ, 9 2-digit നമ്പേഴ്സ്. ഓക്കെ ആയല്ലോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ ഒരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് റെഡി ആയിട്ടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനി അടുത്ത പറയാണ് 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളോ. എളുപ്പമായില്ലേ. ആകെയുള്ള രണ്ടക്ക സംഖ്യകളുടെ എണ്ണം നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു തന്നിരുന്നു. എത്രയാണ് നമുക്കറിയാം, 99 വലിയ രണ്ടക്ക. അതിൽ നിന്ന് ആദ്യത്തെ ഒരക്കം വരുന്ന സംഖ്യയുടെ എണ്ണം അങ്ങോട്ട് കുറയ്ക്കുക. 9 കുറച്ചു, ബാക്കി 90 രണ്ടക്കം. അപ്പൊ ഇവിടെ ആ ചിന്തയിലേക്ക് കൊണ്ടുവരിക, 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ. അപ്പൊ ആകെയുള്ള രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90 ആണ്. 0 വരുന്നത് 9 ആണ്. ഈ 90-ൽ നിന്ന് 9 അങ്ങോട്ട് മാറ്റിക്കളയുക. ബാക്കി എത്രയാ വരിക? 81 രണ്ടക്ക സംഖ്യകളാണ് 0 ഇല്ലാത്തത്. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുക. 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളുടെ എണ്ണം വിത്തൗട്ട് 0, 2-digit നമ്പേഴ്സ് വിത്തൗട്ട് 0. എത്ര എഴുതേണ്ടത്? 81 എണ്ണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം 2-ല് 1. 2-ല് 1 നിങ്ങൾ എഴുതിയാൽ മതി. ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0? അതായത് 2 0 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. നമുക്കറിയാം, ഒരു 0 വരുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 9 ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 0 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്. അപ്പൊ നമുക്കറിയാം, 10ന്റെ സ്ഥാനത്തും 0 വരണം, ഒറ്റയുടെ സ്ഥാനത്തും 0 വരണം. അങ്ങനെ വരുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. ഇതിന്റെ ഒക്കെ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന എഴുതിയാ പോരെ, എളുപ്പല്ലേ. 100, 20ന്റെ കൂടെ ഒരു 0 കൂടി എഴുതാം. 300, 400, 500, 600, 700, 800, 900. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തും കൂടെ 0 ആക്കിയാൽ മതി. അപ്പൊ എത്ര എണ്ണം തന്നെയാണ് വരിക? 9 എണ്ണം. എളുപ്പാ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോയാലുണ്ടല്ലോ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇനി വരാവുന്ന ചോദ്യം ഏതാണ്? ഇവിടെ പറയുന്നുണ്ട്, രണ്ടാമത്തെ ചോദ്യമായിട്ട് പറയുന്നത്, ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0? അതായത് ഒരു 0 മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യയിലുണ്ട്. അപ്പൊ ഒരു 0 മാത്രമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, 10ന്റെ സ്ഥാനത്ത് ഒരു 0 വരാം, ബാക്കി രണ്ടും എന്തായിരിക്കും? സംഖ്യകളായിരിക്കും.
അതേപോലെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നതും പൂജ്യം വരത്തക്ക രൂപത്തിൽ എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ സാധ്യത കാണുന്നത് ഒന്ന് പൂജ്യം നടുക്ക് വരാം, 10ന്റെ സ്ഥാനത്ത് വരാം, പിന്നെ പൂജ്യം ലാസ്റ്റ് വരാം, ഒറ്റയുടെ സ്ഥാനത്ത് വരാം. ഈ രണ്ട് സാധ്യതയാണ് ഉള്ളത്. നമ്മൾ ഇവിടെ പഠിച്ചു നേരത്തെ പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 81. പൂജ്യം ഇല്ലാത്ത രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 81. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? 90-ൽ നിന്ന് ഈ ഒരു പൂജ്യം വരുന്നത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ 81 കിട്ടിയത്. അപ്പൊ ഈ 81 രണ്ടക്ക സംഖ്യകൾ വരുമ്പോ ഇതിന്റെ നടുക്ക് പൂജ്യം ചേർത്തിട്ട് 81 മൂന്നക്ക സംഖ്യയിൽ ഉണ്ടാക്കിക്കൂടെ? അപ്പൊ നോക്കൂ, 11 പൂജ്യം ഇല്ലാത്ത സംഖ്യയാണ്. ഇതിന്റെ നടുക്ക് കൊണ്ട് പൂജ്യം ഇട്ടു, അപ്പൊ എത്രയായി? 101. അതേപോലെ 11 പൂജ്യം ഇല്ലാത്ത സംഖ്യയാണ്. ഇതിന്റെ ലാസ്റ്റ് എന്ത് ചെയ്യാം? പൂജ്യം ഇടാം. അപ്പൊ ഓരോ അക്കത്തിനും രണ്ട് സാധ്യത, ഒന്ന് നടുക്കും വരും, ഒന്ന് ലാസ്റ്റ് വരും. അതായത് ഈ 81 രണ്ടക്ക സംഖ്യകളുടെ നടുക്ക് പൂജ്യം വരുന്ന ഒരു സെറ്റ് സംഖ്യകൾ ഉണ്ടാക്കാം. അപ്പൊ 81. ഈ 81 സംഖ്യകളുടെയും ലാസ്റ്റ് പൂജ്യം വരുന്ന 81 സംഖ്യകൾ നമുക്ക് എഴുതി ഉണ്ടാക്കാം. അപ്പൊ അവിടെയും ഒരു 81. അപ്പൊ ആകെ, അതായത് 81 രണ്ടക്ക സംഖ്യകൾക്ക് രണ്ട് രീതിയിൽ, നടുക്കും ലാസ്റ്റും വരുന്ന രീതിയിൽ നമുക്ക് പൂജ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്നക്ക സംഖ്യയിൽ ഉണ്ടാക്കാം. അപ്പൊ 81-നെ 81 കൊണ്ട് കൂട്ടുക, അല്ലെങ്കിൽ 81-നെ 2 കൊണ്ട് ഗുണിക്കുക. ഒരു 2 2, 8 2 16, 162 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ചോദ്യം എന്തായിരുന്നു? ഒരു പൂജ്യം വരുന്ന എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? 162 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ചോദ്യം വരുന്നത്, പൂജ്യം ഇല്ലാത്ത മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്ര? ഹൗ മെനി 3-digit numbers are there without any zero? കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തിങ്ക്, അതായത് ഒരു ലോജിക്കൽ തിങ്കിങ് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആകെ എത്ര മൂന്നക്ക സംഖ്യയിൽ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ കണ്ട് പഠിച്ചതാണ് അല്ലെ? എത്രയാണ്? 900 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകൾ, 3-digit numbers with 2 zeros, എത്ര എണ്ണ വരിക? അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണ്? 9 വരുന്നത്. ഇനി ഒരു പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകൾ, 3-digit numbers with 1 zero, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? 81 രണ്ടക്ക സംഖ്യയിലുണ്ട്, പൂജ്യം ഇല്ലാത്തത്. അതിന്റെ 2 പൂജ്യം നടുക്ക് വരുന്നതും ലാസ്റ്റ് വരുന്നതും. അങ്ങപ്പോ 81 × 2 എത്രയാണ്? 162. അപ്പൊ നമ്മളോട് ചോദിച്ചിരുന്നത് പൂജ്യം ഇല്ലാത്ത ആകെ എത്ര മൂന്നക്ക സംഖ്യയിൽ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പൂജ്യം, 2 പൂജ്യം വരുന്നതും ഒരു പൂജ്യം വരുന്നതും കൂടെ കൂട്ടുക. ആകെ എത്ര വരും? 162 9. അപ്പൊ 162 8 170, പിന്നെ ഒന്നും കൂടെ വരും 171. ടോട്ടൽ വരുന്നത് 171 ആണ്. അപ്പൊ ആകെയുള്ള മൂന്നക്ക സംഖ്യകൾ എത്രയാണ്? 900. ഇനി ഒരു പൂജ്യം വരുന്നതും 2 പൂജ്യം വരുന്നതും കൂടെ ടോട്ടൽ എത്രയാണ്? 171. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? പൂജ്യം ഇല്ലാത്ത മൂന്നക്ക സംഖ്യകൾ കാണാൻ, 3-digit numbers without zero കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 900-ൽ നിന്ന് 171 അങ്ങോട്ട് കുറയ്ക്കുക. നോക്കൂ, 900-ൽ നിന്ന് 171 കുറയ്ക്കുക. അപ്പൊ എത്രയാ വരുന്നത്? 729. എത്രയാ വരിക? ശരിയാണോന്ന് ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. 9 1 10, ശിഷ്ടം 1 2 3 7 10, ശിഷ്ടം 1 7 8 8 1 9. കറക്റ്റ് ആണ്. നമുക്ക് 900 കിട്ടി അല്ലേ? അപ്പൊ എത്ര പൂജ്യം ഇല്ലാത്ത, 2 പൂജ്യം 1 പൂജ്യം, പൂജ്യം ഇല്ലാത്ത ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 729. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതൊക്കെ നിങ്ങൾ 1 word ക്വസ്റ്റ്യൻ ആയിട്ടും കൂടെ പഠിച്ചു വെക്കുക. പല രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് കണ്ടെത്തുന്ന വിധവും കൂടെ നിങ്ങൾ പഠിക്കുക. ഇപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് എത്ര കാര്യങ്ങളാണ് പഠിച്ചത്? ആകെയുള്ള മൂന്നക്ക സംഖ്യകൾ നമുക്ക് അറിയേണ്ടി വന്നു. ഇനി 2 പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം നമുക്കറിയണം. 1 പൂജ്യം മാത്രമുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം അറിയണം.
അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പൂജ്യം ഇല്ലാത്ത മൂന്നക്ക സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യം കൂടെ നോക്കാം അല്ലെ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ മൂന്നാമത്തെ ചോദ്യം കൂടെ വായിക്കാം. ഹൗ മെനി 2-digit numbers are there with the same digit repeated? How many 3-digit numbers with the same digit repeated thrice? അതായത് ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യയിലുണ്ട്? അത് കൂടാതെ ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന എത്ര മൂന്നക്ക സംഖ്യ? ചോദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. അതേപോലെ നമ്പർ ഓഫ് 2-digit numbers are there with the same digit repeated. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 11 ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യ. അപ്പൊ പിന്നെ അടുത്തത് എളുപ്പമാണല്ലോ. ഏതാ വരുന്നത്? 22, പിന്നെയോ 33, 44, 55, 66, 77, 88, 99. എത്ര എണ്ണ വരുന്നത്? 9 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ നിങ്ങൾ എഴുതണം എത്ര എണ്ണാണ്? 9 നമ്പേഴ്സ് അല്ലെങ്കിൽ 9 സംഖ്യകൾ എന്ന് എഴുതുക. അടുത്തതിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളുടെ എണ്ണം. അതായത് നമ്പർ ഓഫ് 3-digit numbers with the same digit repeated thrice. എന്ത് ചെയ്താ മതി? ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ കൂട്ടിച്ചേർത്താ പോരെ? അത് തന്നെയല്ലേ വരിക. നോക്കൂ എങ്ങനെ എഴുതാം? 111. അടുത്തത് 22ന്റെ കൂടെ ഒരു 2 കൂടെ കൂട്ടിച്ചേർക്കുക. 222. പിന്നെ 333. ഇനി നിങ്ങൾ എഴുതിക്കൊള്ളാം. അപ്പൊ ആകെ എത്ര എണ്ണ വരിക? ഇവിടെയും 9 നമ്പേഴ്സ് തന്നെയാണ് വരിക. 9 സംഖ്യകളാണ് വരിക. ഇത് എളുപ്പല്ലേ? കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ടാവും. എനിക്കും പറഞ്ഞുതരാൻ ആശ്വാസമുണ്ട്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇനി 4ഉം 5ഉം പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ. ബൈ.